എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ ഇക്കണോമിക് സർവീസിനെ പറ്റിയിട്ടും ഇന്ത്യൻ ഇക്കണോമിക് സർവീസ് എക്സാമിനെ പറ്റിയിട്ടും കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. IAS എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള 3 ഡോമിനന്റ് ഫിയേഴ്സ് ഉണ്ട്. ഒന്ന് എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ വളരെ ഹൈ ആണ്, പക്ഷെ വേക്കൻസീസ് എന്ന് പറഞ്ഞാൽ വളരെ ലോ ആണ്. മാക്സിമം 32 അല്ലെങ്കിൽ ഓരോ വർഷവും 15 മാത്രമാണ് വേക്കൻസീസ്. അപ്പം ഇത്രയും വേക്കൻസി കുറവുള്ള, ഇത്രയും കോമ്പറ്റീഷൻ കൂടുതലായിട്ടുള്ള ഒരു എക്സാമിന് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വെർത്താണോ എന്നുള്ള ചിന്ത അല്ലെങ്കിൽ ഭയം. രണ്ടാമത്തത്, ചിലപ്പോൾ നിങ്ങളുടെ ക്വാണ്ടിറ്റേറ്റീവ് എക്കണോമിക്സിനുള്ള ഫൗണ്ടേഷൻ അത്ര സ്ട്രോങ് ആയിരിക്കണം എന്നില്ല. അപ്പോൾ ജനറൽ എക്കണോമിക്സ് പേപ്പർ 1 കൂടുതലും ക്വാണ്ടിറ്റേറ്റീവ് എക്കണോമിക്സ് ഓറിയന്റഡ് ആണ്. അപ്പൊ അങ്ങനെയുള്ള പേപ്പറുകൾ ദുഷ്കരമാവുകയും അതെനിക്ക് പാസ്സാകാൻ പറ്റുമോ എന്നുള്ള മറ്റൊരു പേടി. മൂന്നാമത്തത് പേടി, ഇന്ത്യൻ ഇക്കണോമിക് സർവീസിന്റെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ ഡൽഹി സർവകലാശാലയിലും JNUവിലും ഉള്ള കുട്ടികളാണ് റിസൾട്ടിൽ ഡോമിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കേരള സർവകലാശാലയിലും മറ്റുള്ള പ്രാദേശിക യൂണിവേഴ്സിറ്റിയിലും ഒക്കെ പഠിച്ചു വന്നിട്ട് ഇന്ത്യൻ ഇക്കണോമിക് സർവീസ് പാസ്സാകാൻ പറ്റുമോ എന്നുള്ള ഒരു ഭയം. ഈ 3 ടെൻഷൻ അല്ലെങ്കിൽ ഈ 3 ചോദ്യങ്ങളും ഒക്കെ റിലവന്റ് ആണെങ്കിലും സ്വാഭാവികമാണെങ്കിലും ഇത് 3ഉം ബേസ്ലെസ് ആണ്, വലിയ കാമ്പുള്ളതല്ല എന്നാണ് എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ഒന്ന് എന്ന് പറയുന്നത് വേക്കൻസികളുടെ എണ്ണക്കുറവ്. അപ്പൊ ഞാൻ വിശ്വസിക്കുന്നത് ചില കാര്യങ്ങൾ, ഇപ്പോൾ ഒരു എക്സാമിന്റെ വേക്കൻസി അല്ലെങ്കിൽ ആ എക്സാമിന്റെ കട്ട് ഓഫ്, ഇതൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല. സോ ഇഫ് യു റിയലി വിഷ് ടു ക്രാക്ക് ആൻ എക്സാമിനേഷൻ, അതിന് നമ്മൾ നമ്മുടെ 100% എഫേർട്ട് ഇടാൻ തയ്യാറാണെങ്കിൽ, ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ പിന്നെ വേക്കൻസി ഒന്നും മാറ്റർ ചെയ്യുന്നില്ല. എത്രയാണോ വേക്കൻസി ഉള്ളത് അതിൽ ഒന്ന് നിങ്ങളുടേതായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാമത്തത്, നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ നിങ്ങളുടെ ക്വാണ്ടിറ്റേറ്റീവ് എക്കണോമിക്സിൽ നിങ്ങളുടെ ബേസ് കുറവാണ് എന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റില്ല എന്നല്ല. ഉറപ്പായിട്ടും ദർസ് എ സ്കോപ്പ് ഫോർ ഇംപ്രൂവ്മെന്റ്. അപ്പം നിങ്ങൾക്ക് അഥവാ സമയം കുറവാണെങ്കിൽ പ്രീവിയസ് ഇയർ ജനറൽ എക്കണോമിക്സ് പേപ്പർ 1ന്റെ ക്വസ്റ്റ്യൻ എടുക്കുകയും അതെങ്ങനെ സോൾവ് ചെയ്യാം എന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. അത് തന്നെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. പിന്നെ ഇതിന് നമ്മുടെ പേപ്പർ 1ന് നമ്മൾ മാർക്ക് മാക്സിമൈസ് ചെയ്യാൻ നോക്കുന്നത് പോലെ തന്നെ ബാക്കി ഇതര പേപ്പറുകളിൽ നമ്മുടെ സ്കോർ ചിലപ്പോൾ നമ്മുടെ സ്ട്രോങ് ഏരിയാസ് ആയിരിക്കും, അതിൽ നമ്മൾ മാക്സിമം മാർക്ക് വാങ്ങിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറോൾ നമ്മുടെ റാങ്കോ മാർക്കോ അഫക്ട് ചെയ്യാത്ത രീതിയിൽ ഓരോ പേപ്പറിനും നമ്മൾ മാർക്ക് മാക്സിമൈസ് ചെയ്യാൻ നോക്കുക. അപ്പൊ അതിന് സഫീഷ്യന്റ് ടൈം ഉണ്ട് നിങ്ങൾക്ക്, ഇൻ കേസ് നിങ്ങളുടെ ക്വാണ്ടിറ്റേറ്റീവ് ബാക്ക്ഗ്രൗണ്ട് വീക്ക് ആണെങ്കിൽ. മൂന്നാമത്തത്, നമ്മുടെ കേരള സർവകലാശാലയിൽ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുമോ, അത് കംപ്ലീറ്റ്ലി ബേസ്ലെസ് ആയിട്ടുള്ള ചോദ്യം തന്നെയാണ്. UPSC ഒരിക്കലും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാറില്ല. നിങ്ങളൊരു അന്താരാഷ്ട്ര യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്ത ആളാണോ അല്ലെങ്കിൽ ഒരു റീജിയണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചതാണോ, ഇറ്റ് ഡസന്റ് മാറ്റർ അറ്റ് ഓൾ. ഇൻഫാക്ട് ഐ എം റിയലി ഹാപ്പി ആൻഡ് പ്രൗഡ് ടു റെപ്രസെന്റ് യൂണിവേഴ്സിറ്റി ഓഫ് കേരള. വെനവർ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയുമ്പം കേരള സർവകലാശാലയിൽ നിന്നാണ് ഞാൻ പഠിച്ചതെന്ന് പറയാൻ എനിക്ക് എപ്പോഴും അഭിമാനമേ ഉള്ളൂ. സോ അപ്പൊ അങ്ങനത്തെ ഒരു ഫിയറും ബേസ് ഉള്ളതല്ല. അപ്പം ഹൗ ടു ക്രാക്ക് ഇന്ത്യൻ ഇക്കണോമിക് സർവീസ് എക്സാമിനേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ഇന്നത്തെ സെക്ഷനിൽ വളരെ നന്നായിട്ട് തന്നെ അഡ്രസ്സ് ചെയ്യപ്പെടും എന്ന് എനിക്ക് അറിയാം. സോ അതുകൊണ്ട് നെക്സ്റ്റ് പാർട്ട് ഐ വുഡ് ലൈക്ക് ടു ടോക്ക് അപ്പോൺ വൈ ടു ക്രാക്ക് ഇന്ത്യൻ ഇക്കണോമിക് സർവീസ്. എന്തിന് ഇന്ത്യൻ ഇക്കണോമിക് സർവീസ് ക്രാക്ക് ചെയ്യണം? സി, വളരെ കഷ്ടപ്പെട്ട് ഈ എക്സാം പാസ്സായി വരികയാണെങ്കിൽ അതിന്റെ ഔട്ട്കം ഈസ് ലൈക്ക് വളരെ ലുക്രേറ്റീവ് ആണ്, വളരെ ആകർഷണീയമായ ഒരു ഔട്ട്കം ആണ് ഇതിനുള്ളത്. ഒരു വർക്ക് ലൈഫ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പോകുന്ന സർവീസാണ്. സർവോപരി നമ്മൾ ഇത്രയും വർഷം ഇന്ത്യൻ എക്കണോമിക്സ് പഠിച്ചവരാണ്. അപ്പൊ നമ്മൾ പഠിച്ച എക്കണോമിക്സ് ഒരു പ്രാവർത്തിക പദത്തിൽ എത്തിക്കാൻ പറ്റുന്ന ഒരു സർവീസാണ്. നമ്മൾ പഠിച്ച തിയറട്ടിക്കൽ എക്കണോമിക്സിൽ ഒരുപാട് അസംഷൻസ് ഉണ്ട്. പക്ഷേ ഇന്ത്യൻ എക്കണോമിക് സർവീസിൽ വരുമ്പോഴത്തേക്കും ഇവിടെ അസംഷൻസ് ഒന്നും സാരമില്ല. ഇറ്റ് ഷുഡ് ബി പ്രാക്ടിക്കൽ. ഐഡിയാസ് ആയിക്കോട്ടെ, നിർദ്ദേശങ്ങളായിക്കോട്ടെ, എവറിത്തിങ് ഷുഡ് ബി പ്രാക്ടിക്കൽ ഓറിയന്റഡ് അല്ലെങ്കിൽ പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന പോസ്റ്റിംഗ് അനുസരിച്ചിരിക്കും നിങ്ങൾ ഏത് അളവിലാണ് നിങ്ങൾ പഠിച്ച എക്കണോമിക്സ് അപ്ലൈ ചെയ്യുന്നത് എന്നത് തികച്ചും നിങ്ങളുടെ പോസ്റ്റിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഞാൻ 2019 ബാച്ച് ഇന്ത്യൻ ഇക്കണോമിക് സർവീസ് ഓഫീസറാണ്. എന്റെ ഫസ്റ്റ് പോസ്റ്റിംഗ്, എന്റെ ആദ്യത്തെ ജോലി തന്നെ ഇന്ത്യൻ എക്കണോമിക് സർവീസ് ആണ്. നീതി ആയോഗിലാണ് എന്റെ ഫസ്റ്റ് പോസ്റ്റിംഗ്. ജൂലൈ 1, 2021 എന്റെ ഫസ്റ്റ് പോസ്റ്റിംഗ്. സോ ഇപ്പൊ ഇവിടെ ആണെങ്കിൽ നമ്മൾ നേരത്തെ ഒരു പോളിസി പേപ്പർ എഴുതി കഴിഞ്ഞാൽ അതിലെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അതിലെ സജഷൻസ് ആ പേപ്പറിൽ ഒതുങ്ങും. പക്ഷെ നൗ ഐ ആം അറ്റ് എ പ്ലേസ് വെയർ ഐ ക്യാൻ ടേക്ക് ദീസ് സജഷൻസ് ഫോർവേഡ്. നമ്മുടെ ഐഡിയാസ് നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ദർ ആർ അവന്യൂസ് ഫോർ ടേക്കിംഗ് ഇറ്റ് ഫോർവേഡ്. സോ ഇൻ ദാറ്റ് വേ ഐ എം റിയലി ഹാപ്പി. അപ്പൊ അതിനൊരു പ്ലാറ്റ്ഫോം തരികയാണ്. അപ്പം വളരെ ഗ്രേറ്റ് കാര്യങ്ങളല്ല, പക്ഷേ ഇൻടാഞ്ചിബിളി വി ആർ കോൺട്രിബ്യൂട്ടിംഗ് സംതിങ് ഓർ ദി അതർ ടുവേർഡ്സ് ഇന്ത്യൻ പ്ലാനിങ് എന്നുള്ളത് നമുക്ക് ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ്.
പിന്നെ നമ്മുടെ വർക്കിന്റെ സാറ്റിസ്ഫാക്ഷൻ വർക്ക് എൻവയോൺമെന്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ലൈക്ക് ഹൗ ഈസ് യുവർ കൊളീഗ്സ് ഓർ ഹൗ ഈസ് യുവർ സുപ്പീരിയർ ഓഫീസേഴ്സ്. സോ എന്റെ കേസിൽ ഐ എം റിയലി ഹാപ്പി ബിക്കോസ് ഐ ഹാവ് എ കൺഡ്യൂസീവ് വർക്ക് എൻവയോൺമെന്റ് വിത്ത് എ സെറ്റ് ഓഫ് വെരി സപ്പോർട്ടിംഗ് കൊളീഗ്സ് ആൻഡ് ഓൾസോ എൻകറേജിംഗ് സുപ്പീരിയർ ഓഫീസേഴ്സ്. അപ്പൊ അതും നമ്മുടെ വർക്ക് സാറ്റിസ്ഫാക്ഷനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഇന്ത്യൻ ഇക്കണോമിക് സർവീസ് എന്നല്ല, ഏതൊരു ജോലി ആയിക്കോട്ടെ, ഈ നമ്മുടെ കൊളീഗ്സും ആ വർക്ക് എൻവയോൺമെന്റും നമ്മൾ ഒരുപാട് മാറ്റർ ചെയ്യും. സോ ഇൻ ദാറ്റ് കേസ് ഐ എം റിയലി ഹാപ്പി. പിന്നെ എന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു 9 months എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അതിന്റെ എല്ലാ ലിമിറ്റേഷൻസ് ഉണ്ട്. സോ ഐ ആം സ്പീക്കിംഗ് കംപ്ലീറ്റ്ലി ഫ്രം മൈ പെർസ്പെക്ടീവ് ആൻഡ് ഓൾസോ ബേസ്ഡ് ഓൺ മൈ ലിമിറ്റഡ് നോളജ് വിച്ച് ഐ ഹാഡ്. സോ ഓൾ ടുഗെദർ ഇന്ത്യൻ ഇക്കണോമിക് സർവീസ് നോക്കുകയാണെങ്കിൽ ഒരു വർക്ക് ലൈഫ് ബാലൻസ് സാധ്യമാകുന്ന ഒരു സർവീസാണ്. രണ്ടാമത് നോക്കുകയാണെങ്കിൽ ഫൈനാൻഷ്യലി നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ വെരി അട്രാക്റ്റീവ് ആയിട്ടുള്ള സർവീസ് തന്നെയാണ്. ഇറ്റ്സ് എ ഗ്രൂപ്പ് എ ഓഫീസർ. സോ ഇതിനുവേണ്ടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയം വെർത്താണ് എന്നാണ് 100% എന്റെ അഭിപ്രായം. അത് മാത്രമല്ല, ഇൻ കേസ് വാട്ട് ഇഫ് നിങ്ങൾക്ക് ഇത് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങൾ എടുത്ത എഫേർട്ട് ഒരിക്കലും അത് വേസ്റ്റ് ആവുന്നില്ല. ദ തിങ് ഇസ് ദാറ്റ് നിങ്ങൾ എടുത്ത എഫേർട്ട് ഇറ്റ് വിൽ ആഡ് ടു യുവർ നോളജ്. നമ്മുടെ സബ്ജക്റ്റായ എക്കണോമിക്സിനെ ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാനും നമ്മുടെ പെർസ്പെക്റ്റീവ് വലുതാക്കാനും ഒക്കെ സഹായിക്കും. ഇപ്പം ഇതിനെ ട്രൈ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് എന്താ പറയുക, ദോഷമൊന്നും ഉണ്ടാകുന്നില്ല. എവറി ഡേ യു വിൽ ഗെറ്റ് ബെറ്റർ. സോ ആഫ്റ്റർ ഓൾ എനിക്ക് പറയാനുള്ളത്, ഇന്ത്യൻ ഇക്കണോമിക് സർവീസിൽ എവറി ഡേ ദർ ഇസ് ഗ്രോത്ത്. എല്ലാ ദിവസവും ഈ സർവീസ് ഇറ്റ് പ്രോംപ്റ്റ് us ടു ലേൺ സംതിങ് ന്യൂ. ഞാൻ ഇപ്പോഴും ഒരു ലേണിംഗ് ഫേസിലാണ്. എല്ലാ ദിവസവും എന്തെങ്കിലും പുതിയത് പഠിക്കാനായിട്ട് എന്റെ ജോലി എനിക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജൂലൈ 1, 2021 വന്ന ആളല്ല, ആ വേർഷൻ അല്ല ഇപ്പം ഏപ്രിൽ 1, 2022 നീതി ആയോഗിൽ അറ്റൻഡ് ചെയ്യുന്നത്. സോ എവറി ഡേ ദർ ഇസ് എ ലേണിംഗ് എക്സ്പീരിയൻസ് ആൻഡ് ഐ എം ഗെറ്റിംഗ് എ ബെറ്റർ വേർഷൻ ഓഫ് അവർ സെൽഫ്. അപ്പൊ സർവീസിൽ എക്സൽ ചെയ്യണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അത്യാവശ്യം ഒന്ന് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ പോലും നമ്മൾ എവറി ഡേ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളതാണ് അതിന്റെ ഒരു പോയിന്റ്. സോ അപ്പൊ ആ രീതിയിൽ ലേണിംഗ് സാധ്യമാകുന്ന ഒരു സർവീസാണ്. അപ്പോൾ ഓൾ ടുഗദർ നിങ്ങൾക്ക് എക്കണോമിക്സ് എന്ന സബ്ജക്റ്റിൽ പാഷൻ ഉണ്ടെങ്കിൽ, ഇന്ത്യയുടെ പോളിസി മേക്കിങ്ങിൽ നിർണായകമായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ നടക്കണം എന്ന തീവ്രമായ ആഗ്രഹം ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് പറ്റുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സർവീസ് തന്നെയാണ് ഇന്ത്യൻ ഇക്കണോമിക് സർവീസ്. അപ്പോൾ എന്തായാലും ഗീവ് ഇറ്റ് എ ട്രൈ. നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ഉള്ള പാർട്ടിസിപ്പേഷൻ വളരെ കുറവാണ് നമ്മുടെ സർവീസിൽ. അതുപോലെ തന്നെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പരീക്ഷയാണ്. ഫസ്റ്റ് ഡേ തന്നെ അല്ലെങ്കിൽ സെക്കൻഡ് ഡേയിൽ ജനറൽ എക്കണോമിക്സ് പേപ്പർ 1 കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പരീക്ഷ അറ്റംപ്റ്റ് ചെയ്യാൻ പോലും നിൽക്കാതെ ക്വിറ്റ് ചെയ്ത് പോകുന്ന ഒരു കാഴ്ചയാണ് കാണാറ്. പക്ഷെ അങ്ങനെയല്ല, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ പരീക്ഷ കിട്ടും. കിട്ടിയ ഇറ്റ് ഇസ് എ വർത്തി എൻഡീവർ ടു ഗോ എബൌട്ട് എന്ന് തന്നെ ഞാൻ പറയുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും I am wishing all the very best to crack this examination and to become better versions of yourselves. Thank you for the opportunity and have a great day.